ഹലോ ഗായ്സ്, ഇങ്ങനെ തൃശ്ശൂർ പള്ളിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഡയറക്റ്റ് പോയത് പിന്നെ ഒരു എക്സിബിഷനായിരുന്നു. തൃശ്ശൂർ പൂരമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സംഭവമാണ് അവിടെ നടന്നുകൊണ്ടുണ്ടായിരുന്നത്. പിന്നെ പാറമേക്കാവിലേക്കും പോയിട്ടോ. ഇതൊക്കെ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിൽ ഒരു നുള്ള ചാർജ് ഉണ്ടായിട്ടില്ല. പിന്നെ ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോ പിടിച്ചിട്ട് പോയി. പിന്നെ അവിടെ നിന്ന് ചാർജൊക്കെ ആക്കി. അപ്പോഴാണ് മനസ്സിലായത് ഇനി ഇപ്പോഴൊന്നും ഇല്ലടാ ട്രെയിന്. 6 മണിക്കാൻ മറ്റുകൊണ്ട് നമ്മളവിടെ നിൽക്കുന്നത്. ട്രെയിൻ ഇനി 9 മണിക്കാണ്. പിന്നെ എന്ത് ചെയ്യാനാണ്, നിർത്തി ഇവിടെ ഇങ്ങനെ കുറേ സമയം നോക്കി. അപ്പോഴേക്കും കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. കുറച്ച് ഡിസ്റ്റൻസ് ആണ്. പിന്നെ അവിടെ എത്തുമ്പോഴേക്കും വെള്ളച്ചാട്ടത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ, രാത്രിയാവില്ലേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഇതിൽ നടക്കുമ്പോഴേക്കും അവിടെ ഒരു അമ്പലം കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. ഇതൊരു ഹനുമാൻ്റെ അമ്പലമാണ്. അതിനോട് ടച്ച് ചെയ്ത് തന്നെ വേറൊരു അമ്പലം കൂടി ഉണ്ടായിരുന്നു. രണ്ട് സെയിം മീൽ തന്നെയാണ് തോന്നുന്നു എനിക്ക്. പിന്നെ ഇതിനകത്തേക്ക് ഫോൺ പ്രോഹിബിറ്റഡ് ആയതുകൊണ്ട് നമ്മൾ എടുത്തില്ല. കീർത്തുവാണെങ്കിൽ കുപ്പായൊക്കെ ഊരിയിട്ട് അകത്തേക്ക് കയറിയിട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ കുറച്ചുകൂടി നടന്നപ്പോഴേക്കും സ്റ്റുഡിയോ കണ്ടു. അങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ പോയി ഇങ്ങനെ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. പിന്നെ ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ടൗണിലേക്ക്. കൂടിയിട്ടപ്പോഴേക്കും ടൗണിലേക്കൊക്കെ എത്തി. നടന്നിട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ടാണ് ടൗണിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. ഞങ്ങളിങ്ങനെ നടന്ന് അങ്ങനത്തെ എത്തി. പെട്ടെന്ന് എൻ്റെ എക്സ്പ്രഷൻ മറന്ന നിങ്ങൾ കാണാം. സംഭവം വടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ എത്തിയിട്ടോ. ഇതെങ്ങനെ എന്നായിരുന്നു ഞാനാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് സംഭവത്തിനെ. അങ്ങനെ പിന്നെ എല്ലാവരും നോക്കി, ഇവിടത്തേക്ക് എത്തിയല്ലേ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ഹോട്ടലിൻ്റെ പിന്നെ മറന്നുപോയി ഗൈസ്. പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ തിന്നത്. പിന്നെ വീണ്ടും ഓട്ടോ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോയി. ഇതൊരു പ്രോസസ്സായി. അപ്പോഴേക്കും 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഓട്ടോ പിടിച്ചായിരുന്നു. ഇപ്പോൾ ട്രെയിൻ കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ ട്രെയിനിലാണെങ്കിൽ കട്ടത്തിരക്ക്. അങ്ങനെ ട്രെയിനിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ കാസർഗോഡല്ലേ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂടി നടക്കുന്നതാണ് കേട്ടോ. കാരണം അവിടെ അല്ല, തൃശ്ശൂരല്ല. ഇപ്പോൾ ഇതേ 2:50 ആയപ്പോഴേക്കാണ് നമ്മൾ കാസർഗോഡ് എത്തിയത്. ഇനിയിപ്പോൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലേക്കൊക്കെ പോയി. സോ എല്ലാവർക്കും ബൈ, സീ യു.